തൃപ്പൂണിത്തുറ നഗരഭരണത്തിലേക്ക് ചുവടുവെച്ച് BJP വിജയിച്ച അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്ന് തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലത്തിൽ നടക്കും. പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നും പ്രകടനമായാണ് BJP പ്രതിനിധികൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുക. കൂടുതൽ വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ ചേരുന്നു. അരുൺ, തൃപ്പൂണിത്തുറ നഗരഭരണത്തിലേക്ക് BJP ചുവടുവയ്ക്കുകയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പ്രകടനമായാണ് BJP പ്രതിനിധികൾ സത്യപ്രതിജ്ഞയ്ക്ക് എത്തുക. അതിനുള്ള ഒരുക്കങ്ങളെല്ലാം അവിടെ സജ്ജമായി കഴിഞ്ഞു. വിവരങ്ങൾ തീർച്ചയായും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ആവേശം, അതോടൊപ്പം തന്നെ ആത്മവിശ്വാസമൊക്കെ തന്നെ നൽകുന്ന ഒരു വിജയമാണ് രാജനഗരിയായ തൃപ്പൂണിത്തുറയിൽ NDAക്ക് ലഭിച്ചത്. അതിൻ്റെ ഒരു ആവേശത്തിലൊക്കെ തന്നെയാണ് കൗൺസിലർമാരും പ്രവർത്തകരും ഒക്കെ തന്നെ. എന്തായാലും 9 മണിയോടെയാണ് ഈ പ്രകടനം ആരംഭിക്കുക. ആ ഒരു തയ്യാറെടുപ്പിലേക്ക്, ഒരുക്കങ്ങളിലേക്കൊക്കെ തന്നെ ആണ് പോകുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം കൗൺസിലറായ ശ്രീകുട്ടൻ കൂടി ചേരുന്നു. എന്തായാലും ഒരു വലിയ ആത്മാഭിമാനം നൽകുന്ന ഒരു വിജയം, അതോടൊപ്പം തന്നെ മുന്നോട്ടുള്ള ഒരു വലിയ കരുത്ത് നൽകുന്ന ഒരു വിജയം തന്നെ. തീർച്ചയായിട്ടും എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ ഈ വാർഡിനെ സംബന്ധിച്ചും വളരെ പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞതുപോലെ ആത്മാഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം ഞങ്ങളുടെ ഇവിടെ ഞങ്ങൾക്കൊരു ബലിദാനിയുള്ള ഒരു മണ്ണാണത്. ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ള, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ ബലികഴിപ്പിച്ചിട്ടുള്ള ഒരു മണ്ണാണ്. ആ വാർഡ് പോലും BJP പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്നത്. അപ്പോൾ ഞങ്ങളിന്ന് അദ്ദേഹത്തിൻ്റെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനടക്കമുള്ളവർ ഇവിടെ ഉണ്ട്, സമീപമുണ്ട്. ഇന്ന് അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറ ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു വലിയൊരു വികസിത തൃപ്പൂണിത്തുറ എന്നുള്ള ലക്ഷ്യത്തിലേക്ക്, അതിൻ്റെ തുടക്കത്തിലേക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. എല്ലാവരും ഇന്ന് തൃപ്പൂണിത്തുറയിൽ ഒരു വലിയ കാഴ്ചപ്പാടോടുകൂടി, ഇന്ന് പൊതുജനങ്ങളടക്കം എല്ലാവരും വലിയ കാഴ്ചപ്പാടോടുകൂടി ഇന്ന് തൃപ്പൂണിത്തുറയിൽ ഉണ്ടാവും, ഈ സത്യപ്രതിജ്ഞയ്ക്ക് ഉണ്ടാവും. ഈ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തൃപ്പൂണിത്തുറ കൊച്ചി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശം, അവിടെ ഒരു വലിയ വിജയം നേടാനായി എന്നുള്ളതൊക്കെ. കാരണം കഴിഞ്ഞ തവണയൊക്കെ നമുക്കറിയാം, പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഒരു സമയത്തും ഒരു വിജയത്തിലേക്ക് പോകാൻ കഴിഞ്ഞു. 1 മാസം നീണ്ട ഒരു കഠിന പ്രയത്നം, അതിൻ്റെ ഒരു അവസാന ഫലത്തിലേക്കല്ലേ? 1 മാസത്തെ കഠിന പ്രയത്നം മാത്രമല്ല, ഇത് ദീർഘനാളുകളായിട്ടുള്ള വലിയ മുതിർന്ന ഇവിടുത്തെ പാർട്ടിയുടെ പ്രവർത്തകരടക്കമുള്ള വർഷങ്ങളായിട്ടുള്ള മുതിർന്ന പ്രവർത്തകരുടെ ശ്രമഫലമായിട്ട്, തുടർച്ചയായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് BJP നേടിയെടുത്തതാണ്. ജനങ്ങൾ ഇത്തവണ ഞങ്ങളോടൊപ്പം വികസനം എന്നുള്ളൊരു കാഴ്ചപ്പാട്, രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിയ ഒരു കാഴ്ചപ്പാടോടുകൂടി ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഇത്തവണ നിന്നു എന്നുള്ളതാണ്. ഞങ്ങൾ അതിന് അവർക്ക് കൃത്യമായിട്ടുള്ള എന്താണോ ജനങ്ങൾ ആഗ്രഹിച്ചത് അത് കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയും ലക്ഷ്യം. അത് ഞങ്ങൾ നിറവേറ്റുക തന്നെ ചെയ്യും. ഇന്ന് തൃപ്പൂണിത്തുറയിൽ ഇന്ന് മുതിർന്ന അംഗം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ രാധിക ടീച്ചറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുക. അതുകൊണ്ട് തന്നെ രാധിക ടീച്ചറുടെ സത്യപ്രതിജ്ഞയോടുകൂടി ഒരു വികസിത തൃപ്പൂണിത്തുറയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കും. ഇപ്പം ഒരു വലിയ വികസന കാഴ്ചപ്പാട് പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പ്രഥമ പരിഗണനയായി നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? അത് എല്ലാം ഉണ്ട്. ഒരു സമഗ്രമായിട്ടുള്ള വികസന പദ്ധതിയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് ഏറ്റവും സാധാരണക്കാരുടെ, നേരത്തെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതുപോലെ ഏറ്റവും സാധാരണക്കാരുടെ പോളപ്പായൽ വിഷയം മുതൽ, തെരുവുനായ ശല്യം മുതൽ, റോഡുകളുടെ ശോചനീയാവസ്ഥ മുതൽ, വഴിവിളക്കുകൾ മുതൽ എല്ലാ പ്രശ്നങ്ങളും വെള്ളക്കെട്ടടക്കം പരിഹരിക്കുന്നതോടൊപ്പം തന്നെ അതിനോടൊപ്പം തന്നെ ഏറ്റവും വലിയ മെട്രോ നഗരമായിട്ട് മാറേണ്ട ബസ് ടെർമിനലടക്കമുള്ള പദ്ധതികൾ, വലിയ പദ്ധതികൾ, 100 കോടിക്ക് മുകളിൽ അതിനു വേണ്ടിയിട്ടുള്ള നിക്ഷേപം വേണ്ടി വരുന്ന പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങളിലും ശ്രദ്ധ കൊടുത്തുകൊണ്ട് തൃപ്പൂണിത്തുറയുടെ സാംസ്കാരിക പാരമ്പര്യം എല്ലാം നിലനിർത്തിക്കൊണ്ട് തൃപ്പൂണിത്തുറയെ ഒരു വികസിത നഗരമാക്കി, ശുചിത്വ സുന്ദര നഗരമാക്കി ഞങ്ങൾ മാറ്റും. തീർച്ചയായും അത് തന്നെയാണ്. സമഗ്ര മേഖലകളിലും കൃത്യമായൊരു വികസന കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോകുക. രാജനഗരിയുടെ സമഗ്രമായ വികസനം, ആ വികസനം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾ, അത് വരുന്ന ആടുകളിൽ കൃത്യമായി തന്നെ സമഗ്രമായി തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിന് ആണ് പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ആദ്യപടിയാണ് ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ്. അതിനായുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക്, അതിനായുള്ള ഒരുക്കങ്ങളിലേക്കാണ്. 9 മണിയോടെ തന്നെ ഈ ആഘോഷങ്ങളൊക്കെ തന്നെ തുടങ്ങി. വലിയ ആഘോഷങ്ങളോടെയായിരിക്കും, വലിയ പ്രകടനങ്ങളോടെയായിരിക്കും ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ഈ കൗൺസിലർമാരൊക്കെ തന്നെ എത്തുക. രോഹിണി.